അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എന്റെ മുത്തുകളെ, സത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ. എടാ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇപ്പൊ മേ ബി സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അധികം 10ാം ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ഉണ്ടാവുക. സ്കൂൾ ലീഡർ, അതുപോലെ ആർട്സ് ലീഡർ, സ്പോർട്സ് ലീഡർ ഒക്കെ. ഇപ്പം എൻ്റെ നാട്ടിലുള്ള സ്കൂളിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, ക്ലാസ് ലീഡറായിട്ടൊക്കെ മത്സരിക്കാൻ പറ്റും. ഞാൻ പണ്ട് മത്സരിച്ചിരുന്നു കേട്ടോ. ഞാൻ 8, 9 മത്സരിച്ചിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. ചില സമയങ്ങളിൽ തോൽക്കും, ചില സമയങ്ങളിൽ ജയിക്കും. ഓക്കെ, പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്കൂൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ക്ലാസ്സിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ലൊട്ടിലൊടുക്ക ആളുകളെ സെലക്ട് ചെയ്യോ? ഇല്ല. നമുക്ക് തോന്നുകയാണ് ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം, ഇവളെ ഈ ക്ലാസിന്റെ ലീഡറായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ ഇവൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്യും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവന് വോട്ട് ചെയ്യും. ഏറ്റവും സൂപ്പറായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? നമ്മൾ പൊതുവെ സെലക്ട് ചെയ്യുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പെരുന്നാളിനോ ഓണത്തിനോ ക്രിസ്മസിനോ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രസ്സ് വാങ്ങാൻ പോവാണ്, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡ്രസ്സല്ലേ സെലക്ട് ചെയ്യുക? അല്ലാതെ ഏതെങ്കിലും ഒരു ലൊട്ടിലൊടുക്ക് ഡ്രസ്സ് ഉണ്ട്, ഇത് മതി, അങ്ങനെ പറഞ്ഞു പോലെയാണോ ചെയ്യുക? അല്ല, നമ്മൾ എന്ത് ചെയ്യും? കുറെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് കൊള്ളാം, അത് കൊള്ളാം, ഇത് അടിപൊളി, അങ്ങനെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഡ്രസ്സാണ് എന്ത് ചെയ്യുക? പൊതുവെ സെലക്ട് ചെയ്യാം, അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ കൃഷി ചെയ്യാണ്. നമ്മൾ കൃഷി ചെയ്യാണ്, അഗ്രികൾച്ചർ, ഫാമിംഗ്, കൃഷി ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ, സൂപ്പർ ആയിട്ടുള്ള ഒരു നടീൽ വസ്തു, അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു തൈ അല്ലെങ്കിൽ ചെടി എന്ത് ചെയ്യണം? നമ്മൾ കുഴിച്ചിടണം. ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിന് കുറേ ഫെർട്ടിലൈസർ, കുറേ വളം പ്രയോഗിച്ചു, പിന്നെ അതുപോലെ തന്നെ ജലസേചനമൊക്കെ കൃത്യമായിട്ട് നടത്തി, നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചു. എന്നാൽ പോലും മേ ബി നമ്മൾക്കത് എന്ത് ചെയ്യില്ല? നല്ല വിള തന്നോളണമെന്നില്ല. അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സോ നല്ല വെജിറ്റബിൾസോ തരണമെന്നില്ല. ഓക്കെ, കാരണം എന്താണ്? ആ പ്ലാന്റിങ് മെറ്റീരിയൽ ഒരു പൊട്ട പ്ലാന്റിങ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നടുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന, നമ്മൾ ഫാമിംഗ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റിങ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ആ ഒരു നടീൽ വസ്തു, അല്ലെങ്കിൽ ആ ഒരു തൈ ചെടി, അതെന്ത് ചെയ്യണം? അത് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ചെടിയായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ ഈ സൂപ്പർ ചെടി കിട്ടുക? എങ്ങനെ ഈ അടിപൊളി പ്ലാന്റിങ് മെറ്റീരിയൽ കിട്ടുക? ഇത് എവിടെ നിന്ന് കിട്ടും? എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതിന് കുറേ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല ഗുഡ് തൈ, നല്ല അടിപൊളി തൈ, സൂപ്പറായിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല നടീൽ വസ്തു എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, നമുക്ക് പല ടെക്നോളജികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു അല്ലെങ്കിൽ പല മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പല സാങ്കേതിക വിദ്യകൾ, അല്ലെങ്കിൽ പല പർപ്പസുകൾ, പല പ്രോസസ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള തൈകൾ കിട്ടും. അതിലൊന്നാമത്തെ പ്രോസസ്സാണ് ബഡ്ഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള തൈകൾ കിട്ടും. ഓക്കെ, മറ്റൊരു പരിപാടിയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും സൂപ്പറായിട്ടുള്ള ചെടികൾ കിട്ടും. പിന്നെ മറ്റൊന്നാണ് ലെയറിങ്. അപ്പോൾ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, ദെൻ ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗ്ഗസങ്കരണം. ഈ 4 പേരും നിങ്ങൾക്ക് പരിചിതമായിരിക്കും. എവിടെ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, വർഗ്ഗസങ്കരണം 4നെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനില്ല. ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ബഡ്ഡിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ചെടിമേൽ തന്നെ പല കളറുള്ള റോസ് പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പേരക്ക മരത്തിന്മേൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് പേരക്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടെക്നിക്കുകളുണ്ട്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരം. ഇത് കൂടാതെ ടിഷ്യൂ കൾച്ചർ, GM വിള. GM വിള മീൻസ് GM ക്രോപ്പ് കേട്ടോ. ഓക്കെ, ഈ 2 ടെക്നിക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ പെടും. പക്ഷേ ഈ 2 ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് ഈ വർഷമാണ് പഠിക്കാനുള്ളത്, 8ാം ക്ലാസ്സിൽ. കാരണം മറ്റുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് നമുക്ക് ഇനി സ്കിപ്പ് ചെയ്യാം, പോട്ടെ. അങ്ങനെയെങ്കിൽ ടിഷ്യൂ കൾച്ചർ എന്ത്, GM വിളകൾ അല്ലെങ്കിൽ GM ക്രോപ്പ് എന്ത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ചെയ്യുമ്പോൾ എന്താണ്? അതായത് ഒരു ചെടിമേൽ തന്നെ പല കളറുള്ള പൂവ് കിട്ടും. അതായത് ഇതൊരു റോസ് ചെടിയാണ്. ഈ റോസ് ചെടിമേൽ റോസ് കളറുള്ള റോസാപ്പൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തുള്ള ഈ റോസ് ചെടി ഉണ്ടല്ലോ, ഈ റോസ് ചെടിമേൽ വെള്ള കളറുള്ള റോസ് പൂവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വെള്ള കളറുള്ള റോസ് പൂവിൻ്റെ ഒരു ബഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കമ്പൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു ചെടിമേൽ തന്നെ റോസ് കളറുള്ളതും വെള്ള കളറുള്ളതും ആയിട്ടുള്ള റോസ് പൂ എന്ത് ചെയ്യും? നമ്മൾ സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ പേരൻസിൻ്റെ ഈ പാരന്റൽ ചെടിയുടെയും രണ്ടിൻ്റെയും ഗുണം നമ്മൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ട് ഒരു ചെടിയിൽ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ചെടി നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ബഡ്ഡിങ്ങിലൂടെയും ഗ്രാഫ്റ്റിങ്ങിലൂടെയും ലെയറിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഓരോ ചെടികൾ നമ്മളിങ്ങനെ നിർമ്മിച്ചെടുക്കും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചെടികളും ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി, ഒരൊറ്റ പരിപാടിയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഇഷ്ടംപോലെ ചെടികൾ കിട്ടുകയാണ്. അതായത് പാരൻസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഇഷ്ടംപോലെ ചെടികൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരൊറ്റ പ്രോസസ്സിൽ കിട്ടുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത്
ഇപ്പോൾ ഒരാൾക്ക് എന്താണ് ഇപ്പോൾ ഒരു ചെടി, ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വിള തരും, നല്ല വിള തരും. പക്ഷേ ഈ ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ വിളൊന്നും തരില്ല. പക്ഷേ പ്രശ്നം ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസീസസിനെ ചെറുക്കാൻ പറ്റും, രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ ഇവൻക്ക് എന്തില്ല, രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റില്ല. പക്ഷേ ഇവ നല്ല വിള തരും. അതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ ചിന്തിക്കുക, നമുക്കൊരു ചെടി വേണം. ആ ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും വേണം, അതേപോലെ തന്നെ എന്താണ് നല്ല വിളിയും തരണം. ഓക്കെ, നല്ല ക്രോപ്പ്, നല്ലൊരു പ്രൊഡക്ഷനും തരണം. അതായത് ഈ ചെടിയുടെയും ഗുഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി മടങ്ങിയിട്ടുള്ള ഒരു ചെടീനെ എന്ത് ചെയ്യണം, നമുക്ക് സൂപ്പറായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെടീൻ്റെ ഫീച്ചേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ സെറ്റപ്പ് ഉണ്ടാക്കും. അങ്ങനെ പറ്റുമോ? പറ്റും, അങ്ങനെ പറ്റും. അതാണ് ടിഷ്യൂ കൾച്ചർ. അങ്ങനത്തെ ഒരു ചെടിയല്ല, അങ്ങനത്തെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ടിഷ്യൂ കൾച്ചറിന്റെ പ്രത്യേകത. ഈ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് എന്നൊക്കെ പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ ഒരു ചെടിനൊക്കെയാണ് ഉണ്ടാക്കുക. അങ്ങനെ ഓരോ ചെടിനെയും സെപ്പറേറ്റ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേരൻസിന്റെ സവിശേഷതയുള്ള ഒരുപാട് സസ്യങ്ങൾ, ധാരാളം സസ്യങ്ങൾ, പ്ലെന്റി ഓഫ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉൽപ്പാദിപ്പിക്കും. ആ സാങ്കേതിക വിദ്യയാണ് എന്ത്, ടിഷ്യൂ കൾച്ചർ. ദീസ് ടെക്നിക്സ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ്. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഹാവിംഗ് ആൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരന്റൽ പ്ലാന്റ്. പാരന്റൽ പ്ലാന്റിന്റെ എല്ലാവിധ സവിശേഷതകളും അടങ്ങിയിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് എ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്, ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരെ മറിച്ച് ബഡ്ഡിങ്ങോ, ഗ്രാഫ്റ്റിങ്ങോ, ലെയറിങ്ങോ, വർഗ്ഗസങ്കരണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ചെടിനെ മാത്രമേ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ടിഷ്യൂ കൾച്ചറിൽ നമുക്ക് പ്ലെന്റി ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പരിപാടി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ടിഷ്യൂ സെപ്പറേറ്റഡ് ഫ്രം ദ സ്യൂട്ടബിൾ പാർട്ട് ഓഫ് പ്ലാന്റ്. അതായത് ഈ പ്ലാന്റിന്റെ സ്യൂട്ടബിൾ പാർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടിഷ്യൂസിനെ വേർതിരിച്ചെടുക്കും. എന്നിട്ട് ആ ടിഷ്യൂസിനെ എന്ത് ചെയ്യുന്നു, ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയത്തിൽ എന്ത് ചെയ്യും, വളർത്തും. എന്നിട്ട് ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ്, എന്നിട്ട് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് സെറ്റപ്പ്. ഒരു മിനിറ്റ്, ആ ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, ഈ ടെസ്റ്റ് ട്യൂബ് ഒക്കെ കണ്ടിട്ടില്ലേ, ടെസ്റ്റ് ട്യൂബ് പോലത്തെ ചെറിയ കുറേ കുഞ്ഞു കുപ്പികൾ ഉണ്ടാവും. ആ കുപ്പിയിലേക്ക് എന്ത് ചെയ്യും, അതിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ നിറച്ച് വെക്കും. എന്നിട്ട് ആ ന്യൂട്രിയൻ സൊല്യൂഷനിലേക്ക് ഇതുപോലത്തെ ഈ പ്ലാന്റ്സിന്റെ സ്യൂട്ടബിൾ പാർട്ട് എന്ത് ചെയ്യും, അതിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. പ്ലാന്റ്സിന്റെ സ്യൂട്ടബിൾ പാർട്ടിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ പാർട്ട് അത് അതിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, അവിടെ വളരാൻ അനുവദിക്കും. അങ്ങനെ ഒരുപാട് ചെടികൾ അല്ലെങ്കിൽ തൈകൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കും. ഇതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ടിഷ്യൂ കൾച്ചറിൽ എന്ത് ചെയ്യുന്നു, പാരന്റൽ പ്ലാന്റിന്റെ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിന് എന്ത് ചെയ്യും, അറ്റ് എ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ടിഷ്യൂ കൾച്ചർ. ഈ ടിഷ്യൂ കൾച്ചർ എങ്ങനെയാണ് പ്രോസസ്സ് നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പാരന്റൽ പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു ടിഷ്യൂ, പേര് തന്നെ ഉണ്ട് ടിഷ്യൂ കൾച്ചർ, ഏതെങ്കിലും ഒരു ടിഷ്യൂ പാർട്ട് എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആ സെപ്പറേറ്റ് ചെയ്തെടുത്ത ടിഷ്യൂ എന്ത് ചെയ്യും, നമ്മളൊരു ന്യൂട്രിയൻ മീഡിയത്തിൽ എന്ത് ചെയ്യും, ന്യൂട്രിയൻ മീഡിയത്തിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ടിഷ്യൂ കൾച്ചർ. അങ്ങനെയെങ്കിൽ GM വിള എന്താണെന്ന് ചോദിച്ചാൽ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഓക്കെ, ഇതെങ്ങനെ സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വൈൽഡ് ഏരിയ ഉണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അതിൻ്റെ അണ്ടറിൽ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ജീൻ ക്ലോണിങ്, ജീൻ ഗണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട, ഒക്കെ +1 +2 ടോപ്പിക്കാണ്. തൽക്കാലം ഇപ്പോൾ ജസ്റ്റ് ഇത്ര കൊടുത്താൽ മതി. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓരോ ചെടിയുടെയും ജനിതക ഘടനയിൽ എന്ത് ചെയ്യും, മാറ്റം വരുത്തിയിട്ട് പുതിയ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. ആ ഒരു ടെക്നോളജിയെ വിളിക്കുന്ന പേരാണെന്ത്, ജനറ്റിക്കലി മോഡിഫൈഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അങ്ങനെ നമ്മൾ ഓരോ ചെടിയിലും എന്ത് ചെയ്യും, പുതിയ സവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കും. GM ഇൻ ക്രോപ്സ്, ന്യൂ ട്രൈറ്റ്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ ആൾട്ടറിങ് ഇറ്റ്സ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പ്ലാന്റിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, നമ്മൾ ആൾട്ടർ ചെയ്യും, ചേഞ്ച് ചെയ്യും ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. എന്നിട്ട് ആ പ്ലാന്റിന് ഇല്ലാത്തൊരു ക്യാരക്ടർ എന്ത് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല എന്ന് വിചാരിക്കുക, പക്ഷെ എൻ്റെ ബോഡിയിലേക്ക് പാട്ട് പാടാനുള്ള ഒരു ജീനെ പ്ലേസ് ചെയ്തിട്ട് എൻ്റെ ബോഡിയിൽ പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് എന്ത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, അതായത് കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക്. പൊതുവെ ചില കോട്ടൺ പ്ലാന്റിനൊന്നും പെസ്റ്റ് അറ്റാക്കിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത്തരത്തിൽ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു.
എടുത്തു. ഏത് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ സോയാബീൻ ദാറ്റ് റെസിസ്റ്റ് വീഡിസൈഡ്സ് മീൻസ് കളനാശിനികൾ. നമ്മൾ സോയാബീനൊക്കെ കൃഷി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കളനാശിനികൾ, അതായത് അതിൻ്റെ ചുറ്റൂറുള്ള ചെറിയ ചെറിയ പുല്ലുകളും ചെറിയ ചെറിയ കളകൾ അതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ കീടനാശിനി അപ്ലൈ ചെയ്യും. അപ്പോൾ കീടനാശിനി അപ്ലൈ ചെയ്യുമ്പോൾ ആ വിളകളൊക്കെ കളകളൊക്കെ എന്ത് ചെയ്യും, നശിക്കും. അതിൻ്റെ കൂടെ ആരും കൂടി നശിക്കും, സോയാബീനും കൂടി ചിലപ്പോൾ നശിക്കും. പക്ഷേ സോയാബീൻ നശിക്കരുതല്ലോ, സോയാബീൻ നശിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ സോയാബീൻ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കളനാശിനികളെ, ഈ വീഡിസൈഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോയാബീൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ത്രൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റീസ് ദാറ്റ് കണ്ടെയ്ൻ വിറ്റാമിൻ എ, അതായത് റൈസ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ. പൊതുവേ നമ്മൾ നെല്ലില്ല, റൈസ് അരിയിലൊന്നും വിറ്റാമിൻ എ ഉണ്ടാവില്ല. പക്ഷെ വിറ്റാമിൻ എ ഉള്ള അരി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ചിൻ്റെ കൂടെ, അന്നജത്തിൻ്റെ കൂടെ ആരും കൂടി കിട്ടും, കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ആരും കൂടി കിട്ടും, വിറ്റാമിൻസും കൂടി കിട്ടും. വിറ്റാമിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊതുവെ പച്ചക്കറികളൊക്കെ കഴിക്കണം. പക്ഷെ അരി കഴിച്ചാലും വിറ്റാമിൻ കിട്ടും. കാരണം ആ വിറ്റാമിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ റൈസ് വെറൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ത്രൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. നമ്മളെ ബാക്ടീരിയകൾ, ഈ ബാക്ടീരിയകൾക്കൊന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. പക്ഷെ ഈ ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് ത്രൂ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ത്രൂ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഡയബറ്റീസ് പേഷ്യൻ്റ് ഉണ്ടല്ലോ, പ്രമേഹ രോഗികൾ, അവർക്ക് ഇൻസുലിൻ കുറഞ്ഞുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രോഗികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാക്ടീരിയയിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ചികിത്സിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ത്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു വേർഷൻ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ സീ യു സൂൺ. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് ഡിഫറെൻറ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, വിവിധ നടീൽ വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 2 മെത്തേഡുകൾ, ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ലെയറിങ്ങോ വർഗസംഗനോ ടിഷ്യൂ കൾച്ചറോ GMO ഏതെങ്കിലും 2 മെത്തേഡുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ. ഗുഡ് ബൈ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.